പശ്ചിമേഷ്യയിലെ ഗസയിൽ പട്ടിണിയില്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിലേക്ക് കടക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ട്രക്കുകൾ കൊള്ളയടിക്കുന്നുവെന്ന് UN ജീവകാരുണ്യ സംഘടനകൾ പരാതി പറയുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് തത്സമയം ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പട്ടിണിയുടെ കാര്യത്തിൽ കുറേ ആൾക്കാർ പട്ടിണി കിടക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിച്ചു കഴിഞ്ഞു. SKN ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം ഇതുവരെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പട്ടിണിയൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്. പക്ഷെ ഓരോ ദിവസവും നിരവധി കുട്ടികളും സ്ത്രീകളും ഒക്കെ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. കൂടുതൽ കുട്ടികളാണ് അവിടെ മരണമടയുന്നത്. ഇപ്പം തന്നെ പട്ടിണി കിടന്ന് മരിച്ച ആൾക്കാരുടെ എണ്ണം 150 പേര് കവിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവിടെ കൊല്ലപ്പെട്ടവർ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഏതാണ്ട് 60,000-അടുത്തെത്തി. കൃത്യമായി പറഞ്ഞാൽ 59,821 പേർ ഈ മണിക്കൂറുകൾ വരെ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. 21 മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കാത്തിരുന്ന് വെടിയേറ്റ് മരിച്ചവർ മാത്രം 1200-ലേറെയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് നടുവിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഗസയിൽ പട്ടിണിയുണ്ട്, അതിന് വ്യക്തമായിട്ട് ആ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഈ മുഖം വളരെ ബോൾഡായിട്ട് നുണ പറയുന്നത് എന്തിനാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നു. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായിട്ടുള്ള സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ആ തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഇസ്രായേലിന് അത് വലിയ തിരിച്ചടിയാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് കഴിയുന്നവരാണ്. ട്രംപ് എല്ലാ കാര്യങ്ങളിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നു. അതിനിടയിലാണ് ഈ പരാമർശം വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, SKN കഴിഞ്ഞ ദിവസം 120 ട്രക്ക് ആണ് അങ്ങോട്ട് കടന്നത്. ഒരു ദിവസം യഥാർത്ഥത്തിൽ ഒരു 600 ട്രക്ക് ഭക്ഷണം കടന്നാലാണ് അല്പമെങ്കിലും ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ 100 ട്രക്കാണത്. ഒരുപാട് കാലത്തെ ഉപരോധത്തിന് ശേഷം അവിടെ കടന്നത്. അപ്പോൾ ഈ കടലിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നത് പോലെയാണെന്നാണ് UN ഭാരവാഹികളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ സൈന്യം ഇതൊന്നും കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. മനുഷ്യരെ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിലും ഇവിടെയൊക്കെ എത്തിച്ചിട്ടും ആശുപത്രിയിൽ അവിടുത്തെ BBC-യുടെയും റോയിറ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ AFP-യുടെയൊക്കെ ലേഖകർ പറഞ്ഞു, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിയന്തരമായി ഇടപെടണമെന്ന് അവരുടെ ന്യൂസ് സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തുള്ളവർ ആവശ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങളെത്തി. അപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ കഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ഓർക്കണം. ഇതിനകം ഏതാണ്ട് 250-ലേറെ മാധ്യമപ്രവർത്തകർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ല, അത് മുന്നോട്ട് പോകുന്നുമില്ല. SKN. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ 5 ദിവസം ഏറ്റുമുട്ടലിന് ഒടുവിൽ തായ്ലൻഡ് കംബോഡിയ വെടിനിർത്തലിന് ധാരണയായി എന്ന ശുഭകരമായ വാർത്ത വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ SKN, ഏത് യുദ്ധം അവസാനിച്ചാലും അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അവസാനിച്ചാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. എന്തായാലും ഇത്തവണയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 5 ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും തായ്ലൻഡും കംബോഡിയയും തമ്മിൽ മലേഷ്യയിൽ നടന്ന ചർച്ചയിൽ അവർ ധാരണയായിരിക്കുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ തായ്ലൻഡിൻ്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയും ഇപ്പുറത്തെ കംബോഡിയൻ പ്രധാനമന്ത്രിയുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. 5 ദിവസത്തിനുള്ളിൽ 35 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇരുഭാഗത്തുമായിട്ട് ഏതാണ്ട് 2,60,000 പേരാണ് അതിർത്തികളിൽ നിന്ന് ജീവനും കൊണ്ടോടി പലായനം ചെയ്തത്. ഇനി അവരൊക്കെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അവിടുത്തെ 1100 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രത്തെ ചൊല്ലിയാണ് തർക്കം. കുറേ നാളുകളായിട്ട്, ഏതാണ്ട് 1 നൂറ്റാണ്ട് നീണ്ട തർക്കമാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് ഏറ്റവും ഇതായത് അവിടുത്തെ തായ്ലൻഡ് പ്രധാനമന്ത്രിയുടെ ഫോൺ സംഭാഷണം കംബോഡിയയുടെ പ്രസിഡന്റ് ചോർത്തി എന്നുള്ളതാണ് പെട്ടെന്നത് പ്രശ്നമാവാനായിട്ട് കാരണമായി മാറിയത്. എന്തായാലും രൂക്ഷമായിട്ട് കാര്യങ്ങൾ തുടരുന്നത് അവസാനിച്ചിരിക്കുന്നു. കംബോഡിയയും അതുപോലെ തന്നെ തായ്ലൻഡും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയിരിക്കുന്നു. ട്രംപിനെ അവർ അഭിനന്ദിച്ചിട്ടുണ്ട്. ട്രംപിന് കിട്ടിയ ആദ്യത്തെ ഒരു അനുകൂലമായത്, ഇല്ലെങ്കിൽ ഇന്ത്യ തള്ളി പറഞ്ഞിരുന്നു. ട്രംപ് ഇടപെട്ടു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ നിന്ന്, ഇന്ത്യ തള്ളി പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ അംഗീകരിച്ചു. അപ്പോൾ എല്ലായിടത്തും ഇടപെട്ട് പ്രശ്നം തീർത്തത് താനാണ് എന്ന് വരുത്തുകയും ഒരുപക്ഷെ നൊബേൽ സമാധാന സമ്മാനം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഉപയോഗിക്കുന്ന കാർഡ് വ്യാപാരമാണ്. നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ വ്യാപാരത്തിനില്ല. അത് 2 രാജ്യങ്ങളെയും ബാധിക്കും. കാരണം തായ്ലൻഡിനും കംബോഡിയയ്ക്കും അമേരിക്കയുമായിട്ട് ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യാപാരം തന്ത്രമാക്കിയാണ് ട്രംപ് ഇപ്പോൾ പുതിയ ആയുധമെടുത്ത് പയറ്റുന്നത്. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ സന്ധിക്കാം. താങ്ക് യു. സന്ധിക്കും വരെ വണക്കം.